ഹലോ, അപ്പോൾ ഇതേ ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആളടുത്ത് നിന്ന് ഇങ്ങനൊരു എക്സ്പ്രഷൻ അല്ല പ്രതീക്ഷിച്ചത്. ഭയങ്കര ക്യൂട്ട്നെസ്സൊക്കെ വാരി വെതറിയിട്ടൊക്കെ ഒരു വീഡിയോ കിട്ടുമെന്നാണ് സത്യമായിട്ട് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ആളിത് കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കണ കണ്ടിട്ട് എനിക്ക് തന്നെ ഷോക്കായി പോയിട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ബാക്കി ആളുടെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ട് നോക്കൂ. ഇതിന് മധുരാണാവലെ. താലി രസമുണ്ടോ? രസമുണ്ടോ? മധുരമുണ്ടോ? മധുരമുണ്ടോ താലി? സത്യം പറയാലോ, ഞാൻ നാരങ്ങന്നല്ലേ കൊടുത്തതെന്ന് വരെ ചിന്തിച്ചു കേട്ടോ. ലഡു ആണോ ഇനി വല്ല മധുരം ഇട്ടിട്ടാണോ കൊടുത്തത് എന്ന് വരെ സത്യത്തിലും ചിന്തിച്ചു പോയി. കാരണം ഞാൻ ഇങ്ങനൊരു എക്സ്പ്രഷനേ അല്ല കേട്ടോ ആളടുത്ത് നിന്ന് പ്രതീക്ഷിച്ചത്. ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഇത്തിരി പുളി കൂടി അതിൽ മധുരം കുറഞ്ഞാൽ തന്നെ നമുക്ക് കുടിക്കാൻ എന്തൊരു പാടാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. അതൊക്കെ ഞങ്ങൾ കാറ്റിൽ പറത്തി എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഒരു വിഷയമില്ലാതിരുന്നിട്ട് ആളെന്ന് ഉഷാറായിട്ട് നാരങ്ങയാണ് കഴിക്കുന്നത്. ഭയങ്കര ഇതായി. പിന്നെ ആളിൻ്റെ വലിയ മോൻ വന്നിട്ട് അത് വാങ്ങിച്ച് അതിനൊക്കെ ഭയങ്കരമായിട്ട് ആൾ കച്ചറയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം ഇനി അതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞിട്ടാണോ അതിലുള്ള നീര് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല. ആൾ പിന്നെ അതുകൊണ്ട് ഫുള്ള് കളിയൊക്കെ ആയി തുടങ്ങി. പിന്നെ അതിങ്ങനെ ആളുടെ ഡ്രസ്സിലൂടെ ഇട്ടിട്ടും അങ്ങനെയൊക്കെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒരു ഷോർട്ടാക്കിയിട്ട് ചെറിയൊരു ക്ലിപ്പാക്കിയിട്ട് എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഒന്നും. പക്ഷേ ആളുടെ ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത കഴിക്കലും പിന്നെ അതിന് വേണ്ടിയിട്ട് ആൾ അയ്മനോടുള്ള ഒരു തല്ലുപിടുത്തമൊക്കെ കണ്ടപ്പോൾ എനിക്കിത് ഇടാതൊക്കെ ഒരു വീഡിയോ ആക്കി തന്നെ ഇടാതൊക്കെ കാണിയിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരു വിഷയമല്ല, അത് ഇത്രയും ചെറിയ പ്രായമുള്ളൊരു കുട്ടി ഒരു വിഷയമില്ലാതെ നാരങ്ങ കഴിക്കുമ്പോൾ നമ്മൾക്കതൊരു വീഡിയോ അതൊരു കുഴപ്പമില്ല. ആൾ ഭയങ്കര ചില്ലായിട്ടൊക്കെയാണ് നാരങ്ങ കഴിച്ചത്. ഭയങ്കര സർപ്രൈസ്ഡായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആൾ കണ്ടില്ലേ, ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് വാശിരിക്കുകയാണ് ആളുടെ കാക്കാനോട്. കഴിക്കാൻ ആൾ ഇനിയും തയ്യാറാണ്. ഇനിയും ചിലപ്പോൾ നാരങ്ങ കൊടുത്താൽ ആൾ ഇനിയും കഴിക്കും. ഒന്നൊരു വിഷയമില്ലാത്ത ഒരാളാണ് തോന്നുന്നത്. എൻ്റെ കുട്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ തോന്നുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവളെ കുട്ടിയല്ലേ, പക്ഷെ എൻ്റെ കുട്ടി തന്നെയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കച്ചറയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാളും. ആൾ എന്ത് വന്നാലും കൊടുക്കൂല. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്ന ആൾ ചിലപ്പോൾ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ളതൊക്കെ ആണെങ്കിൽ ആൾ കൊടുക്കും. ഇത് നാരങ്ങ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു കളിയില്ല എന്നുള്ളൊരു മട്ടത്തിലാണ് ആളുടെ എല്ലാ കാട്ടിക്കൂട്ടലും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി, ഷോക്കായിപ്പോയി. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നു ഞാൻ കൊടുത്തത് നാരങ്ങ തന്നെ അല്ലേ എന്നൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.